നമസ്കാരം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം പാകിസ്ഥാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഭീകരവാദികളെ കയറ്റുമതി ചെയ്യുന്നത് നിർത്താൻ ഇസ്ലാമാബാദ് വിസമ്മതിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം പതിപ്പ് ഉണ്ടാകുമെന്ന സൂചനയും ജനറൽ ദ്വിവേദി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ 1.0 ഉണ്ടായിരുന്ന സംയമനം ഇനി നമ്മൾ പാലിക്കില്ല. ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം നിലനിർത്തണോ വേണ്ടയോ എന്ന് പാകിസ്ഥാൻ ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലും ഇത്തവണ നമ്മൾ ചെയ്യും. ഭൂപടത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത അവസാനിപ്പിക്കണമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. രാജസ്ഥാനിലെ അനൂപ്ഗഡിൽ ഒരു സൈനിക പോസ്റ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പ് നൽകിയത്. ഇനിയൊരു തവണ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം പതിപ്പ് വിദൂരമല്ലെന്ന സൂചനയും നൽകി. ഓപ്പറേഷൻ സിന്ദൂർ 1.0 ഉണ്ടായിരുന്ന സംയമനം ഇനിയൊരു തവണ ഞങ്ങൾ പാലിക്കില്ല. ഭൂമിശാസ്ത്രത്തിൽ തങ്ങളുടെ സ്ഥാനം നിലനിർത്തണോ വേണ്ടയോ എന്ന് പാകിസ്ഥാനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലും ഇത്തവണ നമ്മൾ ചെയ്യും. ഭൂമിശാസ്ത്രത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർക്കാർ സ്പോൺസേർഡ് ഭീകരത അവസാനിപ്പിക്കണമെന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു. ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈനികരോട് എപ്പോഴും തയ്യാറെടുപ്പോടെ ഇരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏപ്രിൽ 22-ന് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ 9 ഭീകരവാദ ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിൽ 7 കരസേനയും 2 വ്യോമസേനയുമാണ് ലക്ഷ്യമിട്ടത്. ഭീകരവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ മാത്രമാണ് നടത്തിയതെന്നും സാധാരണ പാകിസ്ഥാനി പൗരന്മാരോട് യാതൊരു വിരോധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യത്തോട് മാത്രമേ നടപടികൾ എടുക്കുന്നുള്ളൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന് 10 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് നേരത്തെ പറഞ്ഞിരുന്നു. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ F-16 ഉൾപ്പെടെ വ്യോമതാവളങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 5 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും AP സിംഗ് പറഞ്ഞിരുന്നു. പാകിസ്ഥാന്റെ 300 കിലോമീറ്ററിലധികം ഉള്ളിലായി സ്ഥിതി ചെയ്തിരുന്ന കുറഞ്ഞത് 5 ഹൈടെക് യുദ്ധവിമാനങ്ങളും ഒരു അവാക്സും എയർബോൺ വാർണിഷിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വെടിവെച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും എയർ മാർഷൽ AP സിംഗ് വെളിപ്പെടുത്തിയിരുന്നു. മിക്കവാറും F-16 വിമാനങ്ങളെ അയക്കാവുന്ന 4 മുതൽ 5 ശത്രു വിമാനങ്ങൾക്ക് നിലത്ത് വെച്ച് കേടുപാടുകൾ സംഭവിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 93ാമത് വ്യോമസേന ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് കരസേനാ മേധാവിയുടെ മുന്നറിയിപ്പും പാകിസ്ഥാന് വരുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവിയുടെ മുന്നറിയിപ്പ് അടക്കം വരുന്നത്. എന്തായാലും വലിയ രീതിയിൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യ ഭീകരവാദം സ്റ്റേറ്റ് സ്പോൺസേർഡായി നടത്തുന്ന സാഹചര്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ ലോകത്തിന്റെ ഭൂപടത്തിൽ തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്.